അരശുമൂട് കുഴിവിള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് 14/3/2024 ഒരു ജനകീയ കൂട്ടായ്മ, അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ജാതി മത വർണ്ണവർഗങ്ങൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ആ ജനകീയ കൂട്ടായ്മയുടെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് 2024 മാർച്ച് മാസം 20-ാം തീയതി അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്ര മൈതാനിയിൽ കൂടുകയുണ്ടായി. ഊരുട്ടുപറമ്പ് ക്ഷേത്ര മൈതാനിയിലാണ് ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ ഇവിടുത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ മാത്രമല്ല, രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ഏരിയ കൂടിയാണിത്. അതുമാത്രമല്ല, IT പാർക്കുകളുടെ വികസനത്തോടു കൂടിയിട്ട് ഇൻഫോസിസ്, UST ഗ്ലോബൽ തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വന്നതോടു കൂടിയിട്ട് ഇവിടെ രൂക്ഷമായ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അപ്പോൾ അധികാരികളോട് പലവട്ടം ഇതേപ്പറ്റി വാക്കാലും അതുപോലെ പരാതിയുടെ രൂപത്തിലും പരാതികൾ അറിയിച്ചിട്ടും യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അവസ്ഥയിൽ 8 വർഷമായി പൊളിഞ്ഞു കിടക്കുന്ന റോഡിന് പകരം തോടായ ഒരു റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. അപ്പോൾ ഈ കൂട്ടായ്മ രൂപീകരിച്ചു. അതിനുശേഷം ജനങ്ങൾ അവരുടെ പ്രതിഷേധം അറിയിക്കാനായിട്ട് ഒരു വായ്മൂടി കെട്ടിയുള്ള സമര പരിപാടി ആവിഷ്കരിക്കുകയും അത് 24/4/2024 നടത്തുകയും ചെയ്തു. അപ്പോൾ അന്ന് വരെയും വായ്മൂടി ഇരുന്ന ആളുകൾ അവരുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വായ്മൂടി കെട്ടിയുള്ള ഈ ഒരു ജാഥ സംഘടിപ്പിച്ച് അവസാനം ഈ ഒരു പ്രക്ഷോഭം ഒരു മീറ്റിംഗോട് കൂടി അവസാനിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം വീണ്ടും തുടർ നടപടികളുടെ ഭാഗമായി ഞങ്ങൾ പലയിടങ്ങളിലും പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഇറിഗേഷൻ വകുപ്പ്, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി 21ഓളം പരാതികളാണ് ഞങ്ങൾ നാളിതുവരെ കൊടുത്തത്. അപ്പോൾ ഈ പരാതികൾ കൊടുത്തതോടൊപ്പം തന്നെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വലിയൊരു സപ്പോർട്ടാണ് തന്നത്. നമ്മുടെ റിട്ടേൺ മാധ്യമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളകൗമുദിയാണ് ഞങ്ങളുടെ ഈ ഒരു ദുരിതം ഏറ്റവും ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറുനാടൻ മലയാളി ഉൾപ്പെടെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു. അതുപോലെ നമ്മുടെ മീഡിയ വൺ, പിന്നെ റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് 18, മനോരമ, മാതൃഭൂമി തുടങ്ങി എല്ലാ മലയാളം ചാനലുകളും ഞങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ട് തന്നു. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് 24 ന്യൂസ് 24 അവരെല്ലാ പേരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാഴ്ചയോളം തന്നെ ഞങ്ങളുടെ ഈ ഒരു വാർത്ത, ഞങ്ങളുടെ ഈ ഒരു പ്രശ്നം റീടെലികാസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടത്ര ഭരണാധികാരികളിൽ നിന്ന് ശ്രദ്ധ നേടി തരികയും നിങ്ങൾ ചെയ്ത ആ ഒരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് 100% നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നത് കൊണ്ടാണ്, ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നത് കൊണ്ടാണ് ഇതിൽ ഞങ്ങൾക്ക് വലിയൊരു വിജയം, ഒരു 90% വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് തുടർന്നും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചതിലൂടെ ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള വിഷയത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഞങ്ങളുടെ റോഡിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോയി റോഡിന്റെ പണി ആരംഭിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവയ്ക്കാനും കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ മുൻനിരയിൽ നയിച്ച ഞങ്ങളുടെ രമേശ് സാർ ഇപ്പോ ഞങ്ങളോടൊപ്പം ഇല്ല. എങ്കിലും നിങ്ങളോട് എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അത് മാത്രമല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കുളത്തൂർ മൂന്നാറ്റുമുക്ക് ജംഗ്ഷനിൽ നമ്മുടെ തെറ്റിയാറിൽ 1 വർഷത്തോളമായി വീണ് കിടന്ന ഒരു വൻമരം കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ അത് രൂക്ഷമായ പ്രശ്നം സൃഷ്ടിച്ച ഒരു മരമാണ്. ആ മരം മുറിച്ചു മാറ്റുകയും കൂടാതെ ഞങ്ങൾ കൊടുത്ത ആ ഒരു പരാതിയിൽ തുടർ നടപടി എന്നോണം തെറ്റിയാറിന്റെ ആഴം കൂട്ടുന്നതിനും അതിന്റെ 2 കൈവരികളും കെട്ടിപ്പൊക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചു. കൂടാതെ തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ നിന്നൊക്കെയുള്ള മലിനജലം ഈ PWD റോഡിലേക്ക് തുറന്നു വിടുന്ന ഒരവസ്ഥയുണ്ട്. അതിലും ഞങ്ങൾ ജനകീയ കൂട്ടായ്മ നൽകിയ
പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു റോഡിന്റെ വർക്ക് ഞങ്ങളുടെ വെള്ളപ്പൊക്കത്തിന് മാക്സിമം ഒരു പരിഹാരം കാണുന്ന തരത്തില് റോഡിന്റെ വർക്ക് ഓടയുടെ നിർമ്മാണത്തോടു കൂടി തന്നെ ചെയ്യാമെന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞങ്ങളെ സഹായിച്ച നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഓരോരുത്തരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരം ജനകീയ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ഒരു മെസ്സേജും കൂടെയാണ്. നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുകയും നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിലേക്ക് 8 വർഷമായിട്ട് താഴ്ന്നു കിടക്കുന്ന റോഡിന് വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും മാത്രമേ ആളുണ്ടായിരുന്നു. കാരണം നിങ്ങൾ വിചാരിച്ചാലൊന്നും നടക്കില്ല, നിങ്ങൾക്കൊന്നും സാധിക്കില്ല, നിങ്ങൾക്ക് വേറെ നിങ്ങളെ ഊർജ്ജം പാഴാക്കുകയാണെന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടായിരുന്നു. അത് പലപ്പോഴും ഫീഡ്ബാക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ജനങ്ങൾ പല പ്രശ്നങ്ങളും പ്രാദേശികമായ പല പ്രശ്നങ്ങളും അവർക്കുണ്ട് എങ്കിലും അത് മുന്നോട്ടുള്ള ഇപ്പം നമ്മുടെ ഒരു കുളത്തൂർ എന്ന സ്ഥലമാണ്. ആ കുളത്തൂർ കോർപ്പറേഷനിൽ മാത്രമാണ് ആ പരാതി ഒതുങ്ങുന്നത്. അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ആക്ച്വലി നമ്മൾ കുറച്ച് ആൾക്കാർ ഇതിന് മുന്നിട്ടിറങ്ങി ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയതിന് ശേഷം പ്രാദേശികമായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അത് ഏത് ടോപ്പിൽ വരെ കൊണ്ടെത്തിക്കാൻ പറ്റുമോ അത്രയും സ്ഥലത്തിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയുടെ അഭാവം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും വളരെ വലുതാണ്. അതുകൊണ്ട് കാരണം ജനങ്ങൾക്ക് ഇപ്പോൾ പലവിധമായ ജോലികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആരും ഇതിനകത്ത് ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ ആരും മുന്നോട്ട് വരുന്നില്ല. പക്ഷെ ഇത്തരം ജനകീയ കൂട്ടായ്മകളെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രാദേശികമായ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ഇൻഫോസും UST ഗ്ലോബലും പോലെയുള്ള അത്രയും ബൃഹത്തായ പദ്ധതികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന്റെ അതായത് ഒരു IT നഗരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ മറുഭാഗത്ത് വളരെ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. കാരണം ആ റോഡിലൂടെ കേരളത്തിൽ ഒരു ഓഫ് റോഡ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റോഡായിരുന്നു അതിന്റെ ഉദാഹരണം എന്ന് പറയും. കാരണം അത്രയും കുണ്ടും കുഴിയായിട്ട് എണ്ണിയാൽ തീരാത്ത, ഇവിടുത്തെ പല മാധ്യമങ്ങളും കവർ ചെയ്താണ്, എണ്ണിയാൽ തീരാത്ത അത്രയും കുഴികളും കുണ്ടുകളും ഉണ്ടായിരുന്ന റോഡാണ്. അപ്പൊ ജനങ്ങള് വളരെയധികം 7 വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് വന്നത്. അപ്പൊ ഇത്തരം ജനകീയ കൂട്ടായ്മകളുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് ജനങ്ങളെല്ലാം മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു വീടിൽ ഒതുങ്ങിക്കൂടുകയും സാമൂഹ്യ സേവനങ്ങളിലോട്ട് പോകാതിരിക്കുകയും നമ്മൾ നമ്മുടെ ജോലി വീട് എന്നുള്ള ഇതിനും അപ്പുറം, കാരണം ഇതിൽ ജനപ്രതിനിധികൾ നമുക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ ഭാഗത്ത് നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാനാണ് നോക്കി. അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ ആൾക്കാരായിട്ട് നമ്മളെ ചിത്രീകരിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുകയാണ് അവർ യഥാർത്ഥം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അതിൽ വിഷമമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞു. മിനിഞ്ഞാന്ന് തൊട്ട് അവിടുത്തെ റോഡ് പണി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത് അത് വിജയത്തിൽ എത്തിച്ചാൽ അവർ നമ്മളോടൊപ്പമാണ്. അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും പല കാര്യങ്ങളിലും നമ്മൾ കൃത്യമായ പഠനത്തോടെ കൃത്യമായ കാര്യങ്ങളോട് മുന്നോട്ട് വരും. അവിടെ ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ അഡ്രസ് ചെയ്ത് ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വരും എന്നാണ്. നമ്മളിവിടെ 3 കാര്യങ്ങൾക്കാണ് ഞങ്ങൾ സമരമായിട്ട് ഇറങ്ങിയത്. ഒന്ന് റോഡ്, രണ്ടാമത് കുടിവെള്ളം, മൂന്നാമത് വെള്ളപ്പൊക്കം. അപ്പൊ റോഡിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു. ഇനിയുള്ളത് വെള്ളപ്പൊക്കവും കുടിവെള്ള ക്ഷാമമാണ്. അപ്പം അതിനും മാധ്യമപ്രവർത്തകർ നമ്മളോടൊപ്പം സഹകരിച്ച് നമ്മൾ തരുന്ന വാർത്തകൾ കൊടുക്കണം എന്ന അഭ്യർത്ഥിക്കാനും കൂടെ ഉണ്ട്. പിന്നെ സഹകരിച്ച എല്ലാ മാധ്യമപ്രവർത്തകർക്കും നന്ദി പറയുക.